UK യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് അണ്ടർഗോ ചെയ്യേണ്ട ഒരു ഇന്റർവ്യൂ ആണ് ക്രെഡിബിലിറ്റി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സോ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ഈവൻ എംബസീസ് ആണെന്നുണ്ടെങ്കിലും ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ യു ആർ എൻ എലിജിബിൾ കാൻഡിഡേറ്റ്. യൂണിവേഴ്സിറ്റീസിലേക്ക് വരുമ്പോൾ അവർ ഈ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത് ഇസ് ഫോർ ടു മേജർ റീസൺസ്. നമ്പർ വൺ, ടു ചെക്ക് യുവർ ഇംഗ്ലീഷ് പ്രൊഫീഷ്യൻസി, ദാറ്റ് ഇസ് നിങ്ങളുടെ ലാംഗ്വേജ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത്യാവശ്യം ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബീയിങ് എ കൺട്രി ലൈക്ക് UK, നിങ്ങളുടെ ലാംഗ്വേജ് ഓഫ് കോഴ്സ് മാറ്റേഴ്സ്. അത്യാവശ്യം നല്ലതെന്ന് പറയുമ്പോൾ വലിയ മോശമില്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം ഇൻ ഇംഗ്ലീഷ്. സോ അതിന് വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് യു വിൽ ഹാവ് ടു ഡു ഫ്യൂ തിങ്സ് ലൈക്ക് മേ ബി വാച്ച് മൂവീസ്, start watching movies in English, start watching videos conducted in English, start watching interviews on YouTube, start watching these interview scenes from movies maybe, so that you will understand how to take these interviews. That is നിങ്ങൾക്ക് okay question answer ആയിട്ട് നിങ്ങൾക്ക് പോയി പറയാൻ പറ്റില്ല ഈ ഇന്റർവ്യൂസിന്. ദാറ്റ് ഇസ് യു cannot give a generic answer. You cannot give a generic answer എന്ന് പറയുമ്പോൾ നിങ്ങൾ okay my name is this, I'm from this place, I'm that, I'm this, I took this course because എന്നുള്ള ഒരു യൂഷ്വലി ഒരു ഫോർമാറ്റഡ് ആൻസർ, ലെറ്റ്സ് സേ ഇന്നത് ഫസ്റ്റ് വരും, സെക്കൻഡ് ഇത് വരും, തേർഡ് ഇത് വരും, ലാസ്റ്റ് ഇത് വരും എന്നുള്ള ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ, ഒരു വേഗ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കോഴ്സിനോട് ഇൻട്രസ്റ്റ് സ്റ്റാർട്ടായ അല്ലെങ്കിൽ ഡെവലപ്പ് ആയതിനുള്ള ഒരു റീസൺ, അപ്പം ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതിനുള്ള റീസൺസ് എല്ലാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അവിടെ ഇൻ എ വെരി നാച്ചുറൽ വേ നിങ്ങൾക്ക് അവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. നൗ കമ്മിങ് ടു ദ മെത്തേഡ് ഓഫ് ദീസ് ഇന്റർവ്യൂസ് യൂഷ്വലി നടക്കുന്നത് ഓൺലൈനായിട്ടാണ്. ആസ് എവറിബഡി കനോട്ട് ഗോ ടു UK ആൻഡ് ടേക്ക് ദീസ് ഇന്റർവ്യൂസ്. ഓൺലൈനായിട്ടാണ് ഇന്റർവ്യൂസ് നടക്കുക. സോ ഓൺലൈനായിട്ടെന്ന് പറയുമ്പോഴും ഇറ്റ് കെൻ ഹാപ്പൻ ഇൻ ഡിഫറെന്റ് പ്ലാറ്റ്ഫോം ലൈക്ക് സ്കൈപ്പ്, മൈക്രോസോഫ്റ്റ് ടീംസ്. കോവൻട്രി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂസ് നടക്കുന്നത് റെക്കോർഡഡ് ആയിട്ടാണ്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻസ് സ്ക്രീനിൽ അപ്പിയർഡ് ആവും ആൻഡ് യു ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ യുവർ സെൽഫ് ആൻഡ് സ്റ്റാർട്ട് റെക്കോർഡിങ് യുവർ ആൻസർ. യൂഷ്വലി ടൈമിങ്സ് ഉണ്ടാവും റെക്കോർഡ് ചെയ്യാനായിട്ട്. മേ ബി 1 minute to maybe around 3 minutes ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ടൈമിംഗ് ഉണ്ടാവുക. ക്വസ്റ്റൻ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യും. ദാറ്റ് ഇസ് ഇപ്പം ഈവൻ ഇഫ് യുവർ ലിമിറ്റ് ഇസ് മേ ബി 3 minutes, 3 minutes ഫുൾ ആയിട്ട് നിങ്ങൾ സംസാരിക്കണമെന്ന് നിർബന്ധമില്ല. വൺസ് യു ഫിനിഷ് യുവർ ആൻസർ യു ക്യാൻ സ്റ്റോപ്പ് റെക്കോർഡിംഗ് യുവർ ആൻസർ. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യുവർ ആൻസർ ഇസ് നോട്ട് ടു ഷോർട്ട്, ബിക്കോസ് വെൻ യുവർ ആൻസർ ഇസ് ടു ഷോർട്ട് ഇറ്റ് ഗിവ്സ് them the idea that നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി കുറച്ച് സമയം അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ, കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൊരു കപ്പാസിറ്റി സ്റ്റുഡൻറ്റിന് ഇല്ല, അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അനദർ എക്സാമ്പിൾ, ഇഫ് ദേ ആർ ആസ്കിങ് യു അബൌട്ട് മേ ബി why did you choose this course, അല്ലെങ്കിൽ what is your motivation for choosing this course. So in that case also, like if you don't have a proper explanation, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ ഫോർ ഷുവർ നിങ്ങൾ അറൌണ്ട് 2 minutes ഒക്കെ എടുക്കും കാര്യം പറയാനായിട്ട്. ദാറ്റ് ഇസ് എങ്ങനെ ഈ കോഴ്സിലേക്ക് ഇൻട്രസ്റ്റഡ് ആയി, ഈ കോഴ്സിൽ എന്തൊക്കെ സബ്ജക്ട്സ് കവർ ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്നൊക്കെ എനിക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, ഫ്യൂച്ചറിലേക്ക് എനിക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഇൻ ഇന്ത്യയിൽ എത്രത്തോളം റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണിത്, അല്ലെങ്കിൽ എത്രത്തോളം സ്കോപ്പ് ഉണ്ട് ഇന്ത്യയിൽ, ഇൻ ദ ഫ്യൂച്ചർ എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഫോർ ഷുവർ നിങ്ങൾ അറൌണ്ട് ആ ഒരു ടൈം എടുക്കും. ബിക്കോസ് യു ഹാവ് ടു ടെൽ ദാറ്റ് യു വിൽ റിട്ടേൺ ടു ഇന്ത്യ ഓൾസോ. ദാറ്റ് ഇസ് അനദർ പോയിന്റ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യാനോ, ഈവൻ പാർട്ട് ടൈം വർക്ക് ഓർ ഫുൾ ടൈം വർക്ക്, ഒരു രീതിയിലും നിങ്ങൾ അവിടെ സെറ്റിൽഡ് ആവാനുള്ള രീതിയിൽ ഒന്നും ചെയ്യില്ല എന്നുള്ളത് അവർക്കൊരു അഷ്യൂറൻസ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് അവർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. സോ ദേ വിൽ ആസ്ക് യു സച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവർ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, സോ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് അവർക്ക് നിങ്ങൾ ലീഗൽ ഒരു ഇമിഗ്രന്റ് ആവാൻ പോകുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണോ എന്ന് അവർക്ക് മനസ്സിലാവണം. ദാറ്റ് ഇസ് ദി പർപ്പസ് ഓഫ് ദിസ് ഇന്റർവ്യൂ. സോ ക്വസ്റ്റ്യൻസും അത് എയിം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സോ ഐ വിൽ കം ടു ദ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടിപ്പിക്കലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി ബീയിങ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ കെൻ യു ടെൽ മീ ബ്രീഫ്ലി അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളതായിരിക്കും. സോ സെൽഫ് ഇൻട്രോയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് യുവർ നെയിം,
your place, your educational background, your what are you as a person. Okay, നിങ്ങൾ as a person എന്താണ്, what kind, example, I am a very hardworking person, അല്ലെങ്കിൽ I am a very self-motivated person, I am an adaptable person, അല്ലെങ്കിൽ I am an outgoing person, I love meeting new people. അതുപോലെ തന്നെ നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ഹോബീസ് ഇൻക്ലൂഡ് ചെയ്യാം, നിങ്ങളുടെ ആംബിഷൻ ഇൻക്ലൂഡ് ചെയ്യാം. ഫാമിലിയെ കുറിച്ച് പ്രത്യേകിച്ച് അധികം ഒന്നും പറയണം എന്നില്ല. ദേ മേ ആസ്ക് യു അബൌട്ട് ഫാമിലി, അപ്പോൾ പറയാം. അല്ലെങ്കിൽ അബൌട്ട് യു എന്നുള്ള ക്വസ്റ്റിന് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഈസ് നോട്ട് മച്ച് അബൌട്ട് യുവർ ഫാമിലി. ഇറ്റ് ഈസ് മോർ അബൌട്ട് യുവർ സെൽഫ്, അബൌട്ട് യു ആസ് എ പേഴ്സൺ ആണ്. അപ്പോൾ ട്രൈ ടു ഇൻക്ലൂഡ് തിങ്സ് അബൌട്ട് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളെ ബൈ ദി എൻഡ് ഓഫ് ദിസ് ക്വസ്റ്റൻ അല്ലെങ്കിൽ ബൈ ദി എൻഡ് ഓഫ് യുവർ ആൻസർ ഇന്റർവ്യൂവറിന് നിങ്ങളെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ എങ്കിലും കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ, സെക്കൻഡ് മേജർ ക്വസ്റ്റൻ എന്ന് പറയുന്നത് നിങ്ങൾ കോഴ്സ് ഏതാ ചൂസ് ചെയ്തേക്കുന്നത്, ദാറ്റ് ഈസ് വിച്ച് ഇസ് യുവർ കോഴ്സ്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ മോട്ടിവേഷൻ ഫോർ ചൂസിങ് ദിസ് കോഴ്സ് ആൻഡ് അതർ കോഴ്സ് റിലേറ്റഡ് ക്വസ്റ്റൻ. സോ ഇതിൽ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് യു ഹാവ് ടു ഹാവ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് യുവർ കോഴ്സ്. മീൻസ് നിങ്ങളെ കോഴ്സ് ഏതാണ്, നിങ്ങളുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഏതാണ്, നിങ്ങളുടെ മെയിൻ സബ്ജക്ട്സ് ഏതൊക്കെയാണ്, കോഴ്സ് ഇപ്പം ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സിൽ നടക്കുന്ന വേറെ മറ്റ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ. അപ്പം കോഴ്സിന്റെ കരിക്കുലം thoroughly നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവണം ആൻഡ് യു ഷുഡ് ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇറ്റ്. ആൻഡ് കമ്മിങ് ടു ദ വൈ ദിസ് കോഴ്സ് ക്വസ്റ്റൻ അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ മോട്ടിവേഷൻ ക്വസ്റ്റൻ, ആസ് ഐ മെൻഷൻ ബിഫോർ, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെ ഈ കോഴ്സിനോട് ഇൻട്രസ്റ്റ് തോന്നി, ആ കോഴ്സിൽ എന്തൊക്കെ പഠിക്കാൻ പറ്റും, ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്, അതിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളത് ഇൻ ഇന്ത്യ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആൻസറിൽ പറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ അബൌട്ട് ദ യൂണിവേഴ്സിറ്റി. നിങ്ങൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് തിങ് യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്സ്, യൂണിവേഴ്സിറ്റിക്കുള്ള അക്രഡിറ്റേഷൻസ്, യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ എവിടെയാണ്, യൂണിവേഴ്സിറ്റിക്കുള്ള മറ്റ് ക്യാമ്പസിലുള്ള മറ്റ് ഫെസിലിറ്റീസ്, അങ്ങനെ എല്ലാം. ഓക്കെ, മേക്ക് ഷുവർ ദറ്റ് യു ഹാവ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ യൂണിവേഴ്സിറ്റി ആസ് വെൽ. ഇനി യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ട് മറ്റ് ക്വസ്റ്റൻസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലവും നിങ്ങളുടെ അക്കോമഡേഷന്റെ പ്ലേസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, that is how far is your place of accommodation from the university, എങ്ങനെ നിങ്ങൾ പോയി വരും. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ പ്ലേസ് ഓഫ് അക്കോമഡേഷനിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കമ്മിങ് ടു നിങ്ങളെ അറിഞ്ഞു, നിങ്ങളെ യൂണിവേഴ്സിറ്റി, നിങ്ങളെ കോഴ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നത് നിങ്ങൾ UK എന്ന കൺട്രി എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെ വേണമെങ്കിലും വരാം. ദാറ്റ് ഈസ് UK എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ഡയറക്ട്ലി ചോദിക്കാതെ അവർക്ക് നിങ്ങൾ എന്തുകൊണ്ട് അബ്രോഡ് പഠിക്കാൻ ചൂസ് ചെയ്തു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ യൂറോപ്പിൽ പഠിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നാട്ടിൽ അവൈലബിൾ അല്ലേ, ഇതുപോലെയുള്ള ഇതിലേതും ആവാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതിലേത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങളുടെ ആൻസർ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ദാറ്റ് ഈസ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ വെച്ച് കമ്പയർ ചെയ്യുക, ദാറ്റ് ഈസ് UK എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ യൂറോപ്പിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് കമ്പയർ ചെയ്യുക. ബി ദ മെത്തേഡ് ഓഫ് ടീച്ചിങ്, നാട്ടിൽ കൂടുതൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെയാണ് നമുക്കുള്ളത്. പിന്നെ സിലബസ് യൂറോപ്പിൽ അത്രയും അപ്ഡേറ്റഡ് ആയിട്ടല്ല. ടീച്ചിങ് മെത്തേഡ്സ് ആണെന്നുണ്ടെങ്കിലും കൺവെൻഷണൽ ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. അവിടെ കൂടുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് അവർ പഠിപ്പിക്കുക. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി ആണ്. ഇപ്പം യൂണിവേഴ്സിറ്റിക്ക് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വലിയ കമ്പനീസ് ആയിട്ട് ടൈപ്സ് ഉണ്ടാവും. അവിടെ തന്നെ ഇന്റേൺഷിപ്സും നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഇത് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ റിസർച്ച് ഇതിൽ കുറച്ച് നിങ്ങൾ റിസർച്ച് ചെയ്യണം. സോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും നിങ്ങളുടെ കൺട്രി ആ ഒരു UK പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസും നിങ്ങൾക്ക് നാട്ടിൽ കിട്ടാത്ത അല്ലെങ്കിൽ മറ്റ് കൺട്രീസിൽ കിട്ടാത്ത എന്താണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് യു ഹാവ് ടു ഡു എ റിസർച്ച് ആൻഡ് യു ഹാവ് ടു ഇൻക്ലൂഡ് ഇറ്റ് ഇൻ യുവർ ആൻസർ. അനദർ ക്വസ്റ്റ്യൻ ബീയിങ് UK കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ള. UK കുറിച്ച് എന്തറിയാം എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ദാറ്റ് ഈസ് UK എത്ര കൺട്രീസ് ഉണ്ട്, ഇതിന്റെയൊക്കെ ക്യാപിറ്റൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ലിവിംഗ് എക്സ്പെൻസ് എത്രയാണ് വരുന്നത്, ദാറ്റ് ഈസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ലിവിംഗ് എക്സ്പെൻസ് എത്രയാണെന്നുള്ളത്. സോ UK ലിവിംഗ് എക്സ്പെൻസ് നിങ്ങൾക്ക് പറയാവുന്നത് ഇസ് അറൌണ്ട് £1,200 to £1,200 to £1,500 per month depending on the city you live in. Like നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് this may vary. So if you are in the city in the main cities and all, it will be higher. കുറച്ച് away from the main cities ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലെസ്സർ എക്സ്പെൻസ് ആയിരിക്കും. സോ അത് മൈൻഡ് ചെയ്തിട്ട് യു ഫ്രെയിം യുവർ ആൻസർ.
here again you have to do your research. So answer parayumbo you can tell that I'm expecting my living expense to be around 1,200 to 1,500 pounds per month, maybe around 12,000 pounds per year, and my parents will be taking care of my expense. And talking about parents, ninge expect cheyavuna next question is who will be assisting you financially, allengil how are you planning to fund your education ennalladana. So of course you have to keep someone as your sponsor. So sponsor ആരാണെന്നുള്ളത് പറയുക, അല്ലെങ്കിൽ ആരാണ് ഫിനാൻഷ്യലി അസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. സോ ഇതിൽ സ്പോൺസറെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ സ്പോൺസർ ആരാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിൾ യുവർ ആൻസർ മേ ലുക്ക് സംതിങ് ലൈക്ക് ദിസ്: മൈ ഫാദർ is my sponsor and he is a graphic designing professional and he will be taking care of all my expenses during my studies. His annual income is around 50,000 pounds per annum, and he is a person who has always supported me during my school time അല്ലെങ്കിൽ during my entire education period, and I'm sure that he will be supporting me in the future also. So my father is my sponsor. So ഈ ഒരു ആൻസർ നിങ്ങൾ പറയുമ്പോൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം, ദാറ്റ് ഇസ് നിങ്ങളുടെ അല്ല, നിങ്ങളുടെ സ്പോൺസറിന്റെ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യുക. സോ ഇതിലിപ്പം ഞാൻ കുറച്ച് വേഗമായിട്ടാണ് പറഞ്ഞത്, ദാറ്റ് ഇസ് ഗ്രാഫിക് ഡിസൈനിങ് പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞു, പക്ഷേ എവിടെയാണ്, എന്താണ്, പിന്നീട് കമ്പനിയുടെ പേരെന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. സോ ദാറ്റ് ഇസ് ബിക്കോസ് മൈ ഡാഡ് is doing his graphic designing and he is doing it freelance ഒക്കെ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം സോ ഇത്രയും ഫ്രാങ്ക് ആയിട്ടൊന്നും നിങ്ങൾ പറയണമെന്നില്ല. ഇഫ് യുവർ പേരന്റ് is doing a small business, try to make it sound like they are doing a big business, and even their income, try to show it bigger than it actually is, because ഈ ഒരു ക്വസ്റ്റ്യൻ എയിം ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവിടെ പോയി ഇത്രയും ഇപ്പോൾ 2 year കോഴ്സ് അല്ലെങ്കിൽ ഒരു 3 year കോഴ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇൻ കേസ് നിങ്ങൾ ലോൺസ് എടുത്തിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള തേർഡ് പാർട്ടി ഫണ്ടിങ്ങിലൂടെ, അല്ലെങ്കിൽ സോ ഇൻ കേസ് നിങ്ങൾ ലോൺ എടുത്തിട്ടോ അങ്ങനെയുള്ള പൈസ അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ട്രൈ നോട്ട് ടു മെൻഷൻ ദീസ്. ഓക്കെ, ട്രൈ ടു സേ ദാറ്റ് യുവർ ഫാദർ ഓർ യുവർ മദർ, whoever is your sponsor, has enough financial capacity to fund you. Okay, so moving to the next question, വേറെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് how many credit points do you need, അല്ലെങ്കിൽ what number of credits do you need to clear your bachelor's അല്ലെങ്കിൽ your master's program എന്നുള്ളതാണ്. So for example your answer may look something like this: I need a bachelor's ആണെന്നുണ്ടെങ്കിൽ you can say that I need 300 credits to successfully complete my bachelor's. So depending on your course, credit points നിങ്ങൾ നോക്കി വെക്കുക. Again, do your research. So ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള കോഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി, കൺട്രീനെ കുറിച്ചൊക്കെ നിങ്ങൾ എത്രത്തോളം അവെയർ ആണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സോ മേക്ക് ഷുവർ ഈ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ക്യാൻ ബി, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദാറ്റ് യു ഹാവ് ടു നോ അബൌട്ട് യുവർ യൂണിവേഴ്സിറ്റി. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് എന്താണ്, യൂണിവേഴ്സിറ്റിയുടെ അക്രഡിറ്റേഷൻസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതെങ്കിലും സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ആഫ്റ്റർ ഓൾ ദിസ് യു വിൽ ബി കംപ്ലീറ്റിംഗ് യുവർ കോഴ്സ്, റൈറ്റ്? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഗോയിങ് ടു ബി എയിംഡ് അറ്റ് ദാറ്റ്. നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നുള്ളത്. സോ വാട്ട് ആർ യു പ്ലാനിങ് ടു ഡു ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് കോഴ്സ്? സോ യുവർ ഐഡിയൽ ആൻസർ has to include something about India, because your plan should be to come back to India, and your answer has to start by telling that I wish to complete this course with good grades. All this നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമല്ലോ. So next question is, what are your plans after completing this course? So here you have to mention that you have a plan to return to India. Okay, ഇവിടെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത് whether you are planning to continue your stay in the UK or are you planning to move to any other European countries. ഇതെല്ലാം ഇവിടെയാണ് ഇവർ മനസ്സിലാക്കുന്നത്. So they don't want a person who is planning to stay in the UK or anywhere in Europe. They just want you to study there. They are completely fine with you doing your studies there. They want they want a candidate who is willing to study there and then after completion of their course return to India. So when you talk about returning to India, അല്ലെങ്കിൽ when you talk about your future plans, make sure that you are telling that after the successful completion of this course with good grade, I wish to return to my country and continue my career here in India. Then talk about the opportunities, അല്ലെങ്കിൽ talk about the scope of your course in India. Already mentioned ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ say that as I have already mentioned, ABC are my options in India, അല്ലെങ്കിൽ in the future ഇത് വളരെയധികം സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ I have so many options here in India, അല്ലെങ്കിൽ so many opportunities here in India, and
when I have a European degree, അല്ലെങ്കിൽ when I have a degree from a country like UK, my competitive advantage in India will be really high, and that will increase my chances of getting into good positions in India, അല്ലെങ്കിൽ getting into better positions in good companies in India. That being said, I'll move on to the last question, that is, do you have any previous visa refusal, or have you been refused any visa before? So either നിങ്ങൾ answer ചെയ്യുമ്പോൾ, if you have not got any visa rejection from the UK, you can tell no. Okay, if it is not seen on your passport, നിങ്ങൾക്ക് no പറയാം. If I have not applied for any, നിങ്ങൾക്ക് പറയാം that I have not applied for any visa before. This is the first time I'm applying for studying abroad, so I have not been refused any visa before. If it is there on your passport and you want to tell that you have been refused the visa, you can tell that in a reason kondu. Okay, try to mention the reason also. In a reason kondu, maybe a documentation error, something like that. You can tell that in a reason kondu have been refused the visa. So try not to say any financial reasons. Okay, financials ഒക്കെ vital ആയിട്ടുള്ള കാര്യങ്ങളാണ്. So try not to say that in financial problem കാരണോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം കാരണമാണ് വിസ റിജക്റ്റഡ് ആയതെന്ന് മാക്സിമം പറയാതിരിക്കുക. ട്രൈ ടു സേ തിങ്സ് ലൈക്ക് മേ ബി ഒരു ഡോക്യുമെന്റേഷനിൽ ഒരു എറർ ഉണ്ടായിരുന്നു, പേരിലെ സ്പെല്ലിങ്ങിലോ, അങ്ങനെ ടെൽ സംതിങ് ലൈക്ക് ദാറ്റ് ഡസന്റ് ഡയറക്ട്ലി അഫക്ട് യു മച്ച്. ഓൾറൈറ്റ്. ആൻഡ് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ട്രൈ നോട്ട് ടു പോർട്രേ യുവർ സെൽഫ് ആസ് എ പാവം, ഞാൻ ഒരു പാവമാണ്, എനിക്ക് വിസ തരണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലാതെ, ട്രൈ ടു പോർട്രേ യുവർ സെൽഫ് ആസ് എ വെരി കോൺഫിഡൻറ്റ് പേഴ്സൺ ഹു കംസ് ഫ്രം എ വെരി വെൽ സെറ്റിൽഡ് ഫാമിലി ഹു ആക്ച്വലി you deserve to be there. Okay, like you dress, you sit and you speak like a person who is very confident, who actually deserves to get this chance to study at this university. So നമ്മൾ ഇത്രയും questions discuss ചെയ്തു. Now I'll move on to few etiquettes. First thing being greet ചെയ്യുന്നത്, that is interview start ചെയ്യുന്ന സമയത്ത് make sure that you are greeting this person. അവർ usually ഇങ്ങോട്ട് greet ചെയ്യും, so make sure that you're greeting them back in a proper manner. For example, they greet you, good morning, how are you doing? So make sure your response is good morning, I'm doing really well, how about you? Okay, തിരിച്ചും അവരോടും ചോദിക്കുക. Secondly, in case you don't understand a question, okay, അവരുടെ ആക്സെന്റ് കാരണോ അല്ലെങ്കിൽ അവർ ചോദിച്ച രീതി കാരണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ make sure that you ask that in a very confident but polite manner. Okay, so your response can be, I'm sorry I couldn't catch your question, അല്ലെങ്കിൽ I'm sorry I couldn't get your question, could you please repeat it? And അവർ റിപ്പീറ്റ് ചെയ്തൊന്ന് വെക്കുക and still you don't understand the question, it is completely all right to ask them to rephrase the question. That is, ഇപ്പൊ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ അവരോട് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട്, ദാറ്റ് ഇസ് സെയിം ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കാമോ എന്നുള്ളതാണ് റീഫ്രേസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. റിപ്പീറ്റ് ഇസ് ഡിഫറെന്റ്, അവർ ചോദിച്ചത് തന്നെ ഒന്നുകൂടെ ചോദിക്കുക എന്നുള്ളതാണ് റിപ്പീറ്റ്. റീഫ്രേസ് ചെയ്യാൻ പറയാം. ഓക്കെ, ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ഫീൽ ഗിൽറ്റി ഫോർ ഡൂയിങ് ദിസ്. യു ഹാവ് ദ റൈറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. സോ ഇൻ കേസ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, യു ക്യാൻ ഫസ്റ്റ് ആസ്ക് them to repeat the question politely. So after they repeat, you still don't understand the question, ask them to rephrase the question. Could you please rephrase the question? And make sure that you wind up the interview with a proper wind up statement like it was very nice talking to you, Alingi, it was really nice meeting you, and I hope to get a good response from your side, Alingi, I hope to receive a positive response from your side, and have a wonderful day എന്ന് പറഞ്ഞ് wind up ചെയ്യുക. Okay, so that is pretty much it. ഇവിടെ നിങ്ങൾ make sure ചെയ്യേണ്ടത്, credibility interview is conducted, as I said before, for two reasons, your language and your reason for doing this particular course. So ഇത് രണ്ടും ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട്. അത് മേജർ തിങ് ദാറ്റ് യു ഹാവ് ടു മേക്ക് ഷുവർ ഇസ്, നിങ്ങളുടെ ആൻസേഴ്സിൽ എവിടെയും നിങ്ങൾക്ക് അവിടെ സ്റ്റേ കണ്ടിന്യൂ ചെയ്യാനുള്ള ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള, ഇപ്പോൾ ഈവൻ പാർട്ട് ടൈം സ്റ്റഡീസിന്റെ ടൈമിൽ വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റോ, സ്റ്റഡീസ് കഴിഞ്ഞ് അവിടെ ഫുൾ ടൈം വർക്കിനോ അവിടെ തന്നെ സെറ്റിൽ ആവാനോ ഉള്ള ഇൻട്രസ്റ്റ് നിങ്ങൾ ഒരിക്കലും ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല. Okay, so that is it for this video. I'll wind up with that. In case you have any questions, you can comment it down there and I'll make sure that I give you a reply for that. So in case you have doubts about any of the questions discussed here, you can ask that in the comment box and I'll make sure that I give you a reply for that. So thank you for watching this video. So I hope you learned something new today. Thank you. Bye-bye.